ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നത് 2021 മോഡൽ സ്പോർട്സ് ബൈക്കായ MT15 ആണ്. 2021 മോഡൽ വരുന്ന ഈ MT15 സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. MT15നെ കുറിച്ച് ഒരുപാട് റിവ്യൂകൾ നിങ്ങൾ യൂട്യൂബിലും മറ്റും കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ പെർഫോമൻസിന്റെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ ബോഡി ഫുൾ കണ്ടീഷനാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മാത്രം ഇവിടെ ഈ ഏരിയയിൽ ചെറിയ 1-2 സ്ക്രാച്ചുകൾ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ബാക്കി ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും ഓണർഷിപ്പ് ആയാലും എന്ത് തന്നെ മൈലേജിന്റെ കാര്യത്തിലായാലും അടിപൊളി വണ്ടി, സൂപ്പർ വണ്ടി. ഇതിന്റെ മൈലേജ് ഒന്നാമത് MT എന്നറിയപ്പെടുന്ന ഈ വണ്ടി മൈലേജിന്റെ കാര്യത്തിൽ ഒരു കിങ് ആണ്. കാരണം ഒരു 50 കിലോമീറ്റർ 50 സംതിങ് കിലോമീറ്റർ ഒക്കെ ഒരു സ്പോർട്സ് ബൈക്കിന് മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് വേറെ ഒരു ബൈക്കുകൾക്കും ഇങ്ങനെ കിട്ടുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ സിംഗിൾ ഓണറാണ്. ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഒരു 70% നിലവിൽ ബാക്കിയുണ്ട്. പിന്നെ ബാക്കി ബോഡിപരമായിട്ട് ഫിറ്റാണ്. ബ്രേക്ക് ആയാലും ഒക്കെ ABS ഡ്യുവൽ ABS ആണ് വരുന്നത്. ഡ്യുവൽ ABS അല്ല, ഫ്രണ്ട് മാത്രമാണ് ABS വരുന്നത്. ഫോർക്ക് വരെയാണ് USD ഫോർക്ക് അല്ല, നോർമൽ ഫോർക്കാണ് വരുന്നത്. പിന്നെ ബാക്ക് ടയറിന്റെ ഭാഗം പറയുകയാണെങ്കിൽ ഒരു 50% മാത്രമേ ബാക്ക് ടയർ ബാക്കിയുള്ളൂ. അത് ഒരു കുറഞ്ഞ കിലോമീറ്റർ, ഒരു 10,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം ചിലപ്പോൾ നിങ്ങൾ ടയർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചെയിൻ സോക്കറ്റ്, പുതിയ ചെയിൻ സോക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടിയതിനു ശേഷം നമ്മൾ മാറ്റിയതാണ്. പുതിയ ചെയിൻ സോക്കറ്റാണ്. പിന്നെ ബാക്ക് ഭാഗമായാലും വേറെ ഒക്കെ നീറ്റാണ്. പിന്നെ കിലോമീറ്ററിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ കിലോമീറ്ററിന്റെ ഭാഗം 40 സംതിങ് ആണ് വണ്ടി ഓടിയത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ MC കിറ്റ് പുതിയതാണ്. കാരണം ഈ ഡിസ്ക് ബ്രേക്ക് ചെറുങ്ങനെ ഒന്ന് സ്ലിപ്പായി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ MC കിറ്റ് പുതിയത് മാറ്റി. ബ്രേക്കിന്റെ ഭാഗം നോക്കേണ്ടതില്ല, ABS കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ഇതിന്റെ മൈലേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഫിനാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ലാൻഡ് ടാക്സോട് കൂടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 0 ഡൗൺ പേയ്മെന്റിലോ അല്ലെങ്കിൽ ഒരു 5,000-10,000 ഡൗൺ പേയ്മെന്റിലോ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും. വിത്തൗട്ട് ലാൻഡ് ടാക്സ് ആണെങ്കിൽ ഒരു 25,000 മുതൽ 30,000 രൂപ വരെ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ആവശ്യം വരും. പിന്നെ ഇതിന്റെ എൻജിൻ ഭാഗമാണെങ്കിലും വേറെ വണ്ടിക്ക് മൊത്തത്തിൽ നമ്മൾ 1 വീക്ക് ഗ്യാരണ്ടി തരും. എൻജിന് നമ്മൾ 15 ദിവസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നതാണ്. 15 ദിവസത്തിൻ്റെ അടുത്ത് എൻജിന് എന്ത് കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് എൻജിൻപരമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. ഇതുപോലുള്ള നമ്മളെ ബൈക്കിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് മോട്ടോർ ഡയറീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.